1980 ഒരു നരച്ച പകൽ. ഈ ജീവിതത്തിൻ്റെ കൂടുവിട്ട് ആകാശത്തിൻ്റെ ഇരുട്ടിലേക്ക്, മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് ജെസ്സി പോയി. അവിടെ ജെസ്സിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ദൈവം കാത്തുനിന്നു. ജെസ്സി അന്തം വിട്ടു. 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓടിത്തളർന്നെത്തിയപ്പോൾ എനിക്കൊരു ഹസ്തദാനം പോലും തന്നില്ലല്ലോ ഈ ഭൂമിയിലെ ഒരു രാജ്യത്തിലെ സ്വേച്ഛാധിപതി എന്ന്. ദൈവം ജെസ്സി എന്ന ജെസ്സി ഓവൻസിനോട് പറഞ്ഞു, ജെസ്സി, 10,000 കൊന്നൊടുക്കിയ ആ മനുഷ്യനെ നീ ഓടിത്തോൽപ്പിച്ചത് ഏതാനും വാരകൾ കൊണ്ടല്ലേ എന്ന്. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ നമ്മുടെ നോബൽ ഗൈഡ് വളരെ പ്രശസ്തനാണ്. അതിലുപരി അശ്വമേധം എന്ന പരിപാടിയുടെ ആരംഭകാലം മുതൽ തന്നെ ഊർജ്ജസ്വലമായ സഹായങ്ങൾ മനസ്സുകൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്ന ഒരു മികച്ച പ്രേക്ഷകനും മികച്ച നിരൂപകനും വിമർശകനുമാണ് അശ്വമേധത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം. സംഗീതം എന്ന വിജ്ഞാനത്തിന്റെ മേഖലയിലൂടെ ദീർഘകാലം സഞ്ചരിച്ച മഹത്തായ പ്രതിഭ ശ്രീ കാവാലം ശ്രീകുമാർ. സ്വാഗതം സർ. ആൻഡ് അവർ IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ, വെൽക്കം ടു ദ ഷോ. ഇനി നമുക്ക് നോക്കാം ഈ ദിവസം മത്സരിക്കാനെത്തുന്ന ആദ്യത്തെ മത്സരാർത്ഥി ആരാണ്. എൻ്റെ പേര് അനീഷ നാസർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളത്തിലെ ധീരവനിതയായ അക്കാമ ചെറിയാൻ്റെ നാട്ടിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. പൊതുപ്രവർത്തകനായ നാസർ മുണ്ടക്കയമാണ് എൻ്റെ ഭർത്താവ്. എനിക്ക് 2 കുട്ടികൾ, ഫാത്തിമ നൗറിനും ആലിയ നസറിനും. ഞാൻ ചേനപ്പാടി ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപികയാണ്. അറിവിൻ്റെ ബാറ്റിൽ ഫീൽഡായ അശ്വമേധത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നുള്ളത് എൻ്റെ ഏറെ നാളായുള്ള ആഗ്രഹവും അതോടൊപ്പം എനിക്ക് അഭിമാനവും പകരുന്നു. ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത് തീർച്ചയായും എൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർക്കും വളരെയധികം താല്പര്യമായിരുന്നു. അതുവഴി എൻ്റെ കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാനും കൂടുതൽ അറിവർജിക്കുവാനും ഇതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. നമുക്കിനി അശ്വമേധത്തിൻ്റെ വേദിയിൽ സന്ധിക്കാം. നമ്മളിപ്പോൾ കണ്ടതുപോലെ പരിസ്ഥിതി പ്രവർത്തനവും പൂന്തോട്ട പരിപാലനവും ഒക്കെയുള്ള അനീഷ നാസറാണ് ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി. നമുക്ക് സ്വാഗതം ചെയ്യാം അനീഷ നാസറിനെ ഈ മത്സരവേദിയിലേക്ക്. അനീഷ നാസർ, വെൽക്കം ടു അശ്വമേധം. താങ്ക് യു സർ. യാഗം ആരംഭിക്കുന്നു. വിശേഷങ്ങളും വാർത്തകളും യജ്ഞത്തിലാകട്ടെ. ബൗളിൽ നിന്ന് ആദ്യത്തെ വിഷയം എടുക്കാം. മുഗൾ ഭരണം. മുഗൾ ഭരണം. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് പറയുക. മുഗൾ ഭരണകാലത്തെ 2ാമത്തെ ചക്രവർത്തി ഹുമയൂൺ ആയിരുന്നു. ശരി എന്നത് ശരിയായ ഉത്തരം. മിർ റിയൽട്ടേഴ്സിന്റെ 1000 രൂപ സമ്മാനം അനീഷയ്ക്ക് സ്വന്തം. ഇനി 2ാം മേഖലയിലേക്ക്. നാണയങ്ങൾ. എന്താണ് ഫ്രാൻസിലെ ഇപ്പോഴത്തെ നാണയം? ഫ്രാങ്ക്, യൂറോ. ശരിയായ ഉത്തരം. മിർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപ അനീഷയ്ക്ക് സ്വന്തം. 3ാം ബൗളിലേക്ക്. ചിത്രകല. മുല്ലപ്പൂവേന്തിയ മലയാളി പെൺകൊടി വരച്ചതാര്? രാജാരവിവർമ്മ, MF ഹുസൈൻ, കാനായി കുഞ്ഞിരാമൻ. രാജാരവിവർമ്മ. ശരിയായ ഉത്തരം. മിർ റിയൽട്ടേഴ്സിന്റെ 5000 രൂപ സ്വന്തമാക്കിയ അനീഷ വിഷ്വൽ റൗണ്ടിലേക്ക് കടക്കുന്നു. ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ ദൃശ്യം കാണാം. ഇത് ഭാരതത്തിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ പ്രശസ്തരാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നിൻ്റെ ഉടമ ഇദ്ദേഹത്തിൻ്റെ മകനാണ്. ആരാണ് ഇദ്ദേഹം? ഒരു ക്ലൂ. ആളെ 2 പേരുടെ പേര് മനസ്സിൽ കിടക്കുന്നു. അതുകൊണ്ടൊരു ഇദ്ദേഹത്തിന് 2 ആൺമക്കളും പ്രശസ്തരാണ്. മുകേഷ് അംബാനി, അനിൽ അംബാനി. ഇതാരാണ്? ധീരുഭായ് അംബാനി. ശരിയായ ഉത്തരമാണ്. മിർ റിയൽട്ടേഴ്സിന്റെ 10000 രൂപ അനീഷ സ്വന്തമാക്കി കഴിഞ്ഞു. ധീരുഭായ് അംബാനി ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യത്തിന്റെ മഹാനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുകേഷ് അംബാനിയുടെ ആൻറ്റില എന്ന വീടിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ശരി,
നമുക്ക് മടങ്ങി വരാം. അനീഷ, 10,000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അനീഷയുടെ തീരുമാനമാണ് ഇനി അശ്വമേധത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിർണായകം. ആ തീരുമാനം അറിയുന്നതിന് മുൻപ്, അനീഷ മത്സരിക്കുമോ പിൻവാങ്ങുമോ എന്നറിയുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ചില സമ്മാനങ്ങൾ പറയാനുണ്ട്. കേരളത്തിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു ബൗദ്ധിക പരിപാടിയാണ് അശ്വമേധം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മുതൽ പ്രേക്ഷകരോട് ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിലൂടെ, ഈ സൂചനകളിലൂടെ അശ്വമേധം തീരുമ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആര് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഫോൺ മുഖാന്തിരം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മുഖാന്തിരം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തിരം ഞങ്ങളെ ഉത്തരമറിയിക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അശ്വമേധം അവസാനിച്ച് 1 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് ഞങ്ങളെ ഉത്തരമറിയിക്കുന്ന ഏറ്റവും വേഗതയേറിയ മത്സരാർത്ഥിക്ക് സമ്മാനമുണ്ട്. ഒപ്പം അശ്വമേധത്തിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരവും. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള സൂചന ഇതാണ്: ഞാൻ ഒരു വനിതയാണ്. എവറസ്റ്റ് കീഴടക്കിയത് ഞാനല്ല. എന്താണ് അനീഷ നാസറിന്റെ ഡിസിഷൻ? യെസ് ഓർ നോ? Yes is the decision. Anisha, please walk in. അനീഷയ്ക്ക് ആ ബൗളിൽ നിന്നൊരു വിഷയമെടുക്കാം, ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കാം. അനീഷ വിചാരിക്കുന്ന പേര് ജൂറി അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും മനസ്സിലൊളിപ്പിക്കുന്ന മാണിക്യത്തിനെ കണ്ടെടുക്കുന്ന വേർതിരിയൽ പ്രക്രിയ, യജ്ഞം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സർ, അനീഷ വിചാരിച്ച പേര് താങ്കൾ അപ്രൂവ് ചെയ്യുന്നു? യെസ്. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്, റെഡിയാണ്. പ്ലീസ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അനീഷ എത്തിയത്. അനീഷയെക്കുറിച്ച് പറയൂ. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ചേനപ്പാടിയിലെ ഗവൺമെൻറ് LPS സ്കൂളിലെ അധ്യാപികയാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന പാറത്തോടാണ്. എൻ്റെ സ്വദേശം മുണ്ടക്കയമാണ്. അശ്വമേധം കാണാറുണ്ട്? തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള എല്ലാ എപ്പിസോഡും തന്നെ കാണുമായിരുന്നു. അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കെ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ എനിക്ക് വേറെ ഒരു നിയോഗം കൂടിയുണ്ട്. ഞാനൊരു അധ്യാപികയാണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഈ പരിപാടി ഞങ്ങളുടെ അധ്യാപിക പങ്കെടുക്കുന്നു വഴി ഒരു പ്രചോദനമാകുമെന്നും ഞാൻ കരുതുന്നു. കുട്ടികൾക്ക് എൻ്റെ ആശംസകൾ അനീഷയ്ക്ക്. അപ്പോൾ അനീഷയുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അശ്വമേധത്തിൻ്റെ അഭിവാദ്യങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ എൻ്റെ മക്കൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ വായനയിലേക്കും അതുപോലെ തന്നെ അറിവിൻ്റെ മഹാലോകത്തേക്കും എൻ്റെ കുട്ടികളെ പിച്ച വെക്കുന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് ആലിയ നസ്രിനും ഫാത്തിമ നൗറിനും. ആലിയയ്ക്കും ഫാത്തിമയ്ക്കും അശ്വമേധത്തിൻ്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നേരുന്നു 1000 സ്നേഹചുംബനങ്ങൾ. നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും. ഒരു പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. 1950 ശേഷം മരണം? അല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. 1900 ശേഷം മരണം? അതെ. സൗത്ത് ഇന്ത്യൻ? അതെ. 10 ചോദ്യങ്ങളായി. ഈ കയ്യിലെ വിരലൊക്കെ തീർന്നു. തമിഴ്നാട്? അതെ. ആയിരത്തി 1940 ശേഷം മരണം?
അതെ. ഏതെങ്കിലും പദവി അലങ്കരിച്ചിട്ടുണ്ടോ അദ്ദേഹം? പദവി ഔദ്യോഗിക മന്ത്രി ഇല്ല, അത്തരത്തിൽ ഏതെങ്കിലും പദവി? മന്ത്രിയായിട്ടില്ല. പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല. മന്ത്രിയായിട്ടില്ല. രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം. രാഷ്ട്രീയം തന്നെയാണ് തീർച്ചയായിട്ടും. രാജാജിയെ പോലെ പദവി അലങ്കരിച്ച ഒരാളല്ല. ഇത് പദവി അലങ്കരിച്ചിട്ടില്ല അല്ലേ? അദ്ദേഹം രാഷ്ട്രീയം മാത്രമാണ് പ്രധാനമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയത്തിൽ പെടുന്നത് തന്നെയാണ്. സ്വാതന്ത്ര്യ സമര പ്രവർത്തനം തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് അതുമുണ്ട് എന്നേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണോ അദ്ദേഹം പ്രധാനമായും? പ്രധാനമായും അല്ല. 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 കേരളവുമായി എന്തെങ്കിലും ബന്ധം? ഇല്ല. സഹകരണ രംഗവുമായി, സഹകരണ മേഖലയുമായി ബന്ധം? ചെറിയ തോതിലുള്ള ബന്ധമുണ്ട്. പ്രധാന ബന്ധമൊന്നുമില്ല. പ്രധാന ബന്ധം ഇല്ല, പ്രധാനമായിട്ടും അതല്ല. ഇല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു? തന്നെയെന്ന് പറയാൻ പറ്റില്ല. യെസ് ഓർ നോ? നോ. നോ. പേരിനോടൊപ്പം സമുദായ നാമം ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രി എന്നും അയ്യങ്കാരെന്നും ഒക്കെ വിളിക്കുന്നത് പോലെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം വിശേഷണങ്ങൾ ചേർത്തിട്ടുണ്ടോ? സമുദായ നാമം അല്ലാതെ രാജ് അണ്ണാമല ചെട്ടിയാർ എന്ന് പറയുന്നത് പോലെ, രാജ് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെന്നുള്ള പറയുന്നത് പോലെ വിശേഷണങ്ങൾ ചേർത്തിട്ടുണ്ടോ? വിശേഷണമാണോ എന്ന് സംശയമുണ്ട്. ലൈഫ് ലൈൻ ചെയ്യും. ലൈഫ് ലൈൻ വിശേഷണങ്ങളില്ല. ഇപ്പം രാജ എന്നൊക്കെ പറഞ്ഞ പോലെ വിശേഷണമില്ല. വിശേഷണം ഇല്ല. പക്ഷെ വിശേഷണം അല്ലാണ്ടുള്ള എൻ്റെ അത് വിശേഷണമാണോ എന്ന്. വിശേഷണം അല്ലാതെ വിശേഷണം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങൾ വല്ലതുണ്ടോ? അഴകപ്പ നഗറുണ്ട് തൃശ്ശൂരിൽ. ഇല്ല. ഇല്ല. മിർ റിയൽട്ടേഴ്സിൻ്റെ 25,000 രൂപ അനീഷ വിജയിക്കുന്നതിൽ നിന്ന് തടയാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. പറയൂ, ആരെയാ വിചാരിച്ചത്? ശിങ്കാരവേല ചെട്ടിയാർ. കൺഗ്രാറ്റുലേഷൻസ് അനീഷ. You have won ₹25,000 from Mir Realtors. താങ്ക് യു സർ. ശിങ്കാരവേല ചെട്ടിയാരെ മനസ്സിൽ വിചാരിച്ചു. തമിഴ്നാട്ടിലെ ഇടതുപക്ഷ ബോധത്തിൻ്റെ, തമിഴ്നാട്ടിലെ തൊഴിലാളി വർഗ ബോധത്തിൻ്റെ അതിശക്തനായ നേതാവായ ശിങ്കാരവേല ചെട്ടിയാരെ മനസ്സിൽ വിചാരിച്ചു. മലയപുറം ശിങ്കാരവേലു ചെട്ടിയാർ
എം ശിങ്കാരവേലു, ശിങ്കാരവേലർ എന്നീ പേരുകളുള്ള ശിങ്കാരവേലു ചെട്ടിയാർ 1860 ഫെബ്രുവരി 18 ജനിച്ചു. 1918 ഇന്ത്യയിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച് മെയ് ദിനം ആഘോഷിച്ചത് ഇദ്ദേഹമാണ്. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളാണ് ശ്രീ ശിങ്കാരവേലു ചെട്ടിയാർ. രാജഭരണത്തിനെതിരെ പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. 1946 ഫെബ്രുവരി 11 അദ്ദേഹം അന്തരിച്ചു. വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? വിജയിക്കുമെന്ന് പ്രതീക്ഷ ഇല്ലായിരുന്നു. മഹാനായ അറിവിൻ്റെ മഹാന്റെ കൂടെ മത്സരിക്കുമ്പോൾ എൻ്റെ വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ അധികം കേൾക്കാത്തൊരു പേരായിരുന്നു. അല്ല, ശിങ്കാരവേല ചെട്ടിയാരുടെ പേര് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ്. അതെ, അത് മറക്കാനും പറ്റുന്ന ഒരു പേരല്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായും ബന്ധമുണ്ട്. ഏതൊരു ഇതിൽ വന്നാലും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു പേരാണെന്ന് കൂടി കരുതി ഞാൻ സെലക്ട് ചെയ്തതാണ്. കേരളത്തിലെ പ്രേക്ഷകരോട് ശിങ്കാരവേല ചെട്ടിയാരുടെ പേര് കണ്ടുപിടിക്കാത്തതിൽ ഞാൻ ക്ഷമ ചോദിച്ചേ പറ്റൂ. എന്നാൽ അതേസമയം പ്രേക്ഷകരോട് എനിക്ക് വേറൊന്നുകൂടി പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം ഒരു സൂചന പറഞ്ഞിരുന്നു, എവറസ്റ്റ് ഞാൻ കീഴടക്കിയിട്ടില്ല, ഞാനൊരു വനിതയാണെന്ന്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. എൻ്റെ മകളുടെ പേരിൽ ഞാനൊരു ഫുട്ബോൾ ക്ലബ്ബും തുടങ്ങിയിട്ടില്ല കേട്ടോ. അനീഷ രണ്ടാമത്തെ ബൗളിൽ നിന്നും ഒരു വിഷയമെടുക്കുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലോർക്കുകയും ചെയ്തു. ആ സംഭവം ജൂറി അപ്രൂവ് ചെയ്യാൻ വേണ്ടി അനീഷ ഏൽപ്പിക്കുകയും ചെയ്തു. Is it approved, jury? യെസ്, അപ്രൂവ്. And you're ready to help her? Yes. Please, ഇരിക്കാം. ആദ്യ റൗണ്ടിലെ വിജയം മധുരം നിറഞ്ഞതായിരുന്നു, അല്ലേ? തീർച്ചയായും. ഇക്കുറി കൂടുതൽ മധുരതരമാകട്ടെ രണ്ടാം റൗണ്ടിൽ അനീഷയുടെ മത്സരം. താങ്ക് യു സാർ. പക്ഷേ എനിക്കാണെങ്കിൽ ആദ്യ റൗണ്ടിൽ പരാജയമല്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ കൈപ്പേറിയ പരാജയത്തിലേക്ക് പോകണോ? തിരികെ ഞാൻ വിജയിക്കണമെന്നുള്ള പ്രാർത്ഥന എന്തുകൊണ്ട് അനീഷയ്ക്ക് ഉണ്ടാകുന്നില്ല? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അനീഷയുടെ ആ പ്രാർത്ഥനയെ മനസ്സിൽ വണങ്ങിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. റെഡി? യെസ്. അനീഷ വിചാരിച്ച ആ വ്യക്തി, ആ സംഭവം നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതെ. നല്ല സംഭവം അല്ല. ഇന്ത്യയിൽ നടന്ന സംഭവം അല്ലല്ല. 1900 ശേഷം നടന്ന സംഭവം. അതെ. ഏഷ്യയിൽ നടന്ന സംഭവം അല്ല. 1950 ശേഷം നടന്ന സംഭവം. അതെ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒന്നിൽ നടന്ന സംഭവം. അതെ. ആണ്. USA നടന്ന സംഭവം. അതെ. അതെ. 1980 ശേഷം നടന്ന സംഭവം. അതെ. ഒരാളോ ഒന്നിൽ കൂടുതൽ പേരോ ആ സംഭവത്തിൽ അന്തരിക്കുകയുണ്ടായോ? അതെ. അതൊരു പ്രശസ്ത വ്യക്തിയായിരുന്നോ? യെസ്. യെസ്. 1980 ശേഷമാണ്. അതെ. 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 എന്താണ് നേരത്തെ ചോദ്യം ചോദിച്ചു, അത് ആവർത്തിച്ചതാണ്, ഉറപ്പാണോ എന്ന് ചോദിച്ചതാണ്. സാധാരണ രീതിയിലുള്ള മരണം അല്ല. 2000 ശേഷം നടന്ന സംഭവം. അതെ. അതെ. ഒരുപാട് ആലോചനകൾ. 2010 ശേഷം നടന്ന സംഭവം. 2010 ശേഷം അല്ല. 2010 ശേഷം അല്ല. അല്ല. എന്നാൽ മരിച്ചത് ഒരു പ്രശസ്ത വ്യക്തിയാണ്. തീർച്ചയായിട്ടും. സാധാരണഗതിയിലല്ല മരിച്ചത്. അല്ല.
അമേരിക്കയിൽ വെച്ച് തന്നെയാണ് മരിച്ചത്. അതെ അതെ. ഉറപ്പാണോ? അതെ അതെ. മരിച്ച വ്യക്തിയുടെ മേഖല കലയോ സാഹിത്യമോ രാഷ്ട്രീയമോ ആയിരുന്നു? അല്ല. സ്പോർട്സ് ആയിരുന്നു? അല്ല. മരിച്ച പ്രശസ്തനായ വ്യക്തിയുടെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല. അല്ല. പാവം ജനിച്ചത് പക്ഷേ കർണാലിലാണ് അല്ലേ? അല്ലേ? തീർച്ചയായും സാർ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ ഞാനത് അമേരിക്കയിൽ വെച്ചാണ് എന്ന് 2 തവണ ചോദിച്ചപ്പോഴും അതേ എന്ന് പറഞ്ഞു. ആകാശത്തിൽ വെച്ചല്ലേ? ആകാശത്തിൽ വെച്ചാണ്. അമേരിക്കയിൽ വെച്ചല്ല. അല്ല അല്ല. അനീഷ മനസ്സിൽ വിചാരിച്ചത് ഭൂമിക്കും ആകാശത്തിനുമിടയിൽ ഒരു അഗ്നിഗോളം പോലെ കൽപ്പന ചൗള വെന്തെരിഞ്ഞുപോയ സംഭവമാണ് കൊളംബിയ ദുരന്തം അല്ലേ? വെൽ പ്ലേഡ്. കൊളംബിയ ബഹിരാകാശ ദുരന്തം 2003 ഫെബ്രുവരി 1 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ 16 മിനിറ്റ് അവശേഷിക്കുമ്പോഴാണ് കൊളംബിയ ബഹിരാകാശ വാഹനം ടെക്സസിന് മുകളിൽ വെച്ച് ചിന്നിച്ചിതറിയത്. ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയടക്കം 7 ബഹിരാകാശ സഞ്ചാരികളും ദുരന്തത്തിൽ മരണമടഞ്ഞു. ഭൗമമണ്ഡലത്തിലേക്ക് പ്രവേശിച്ച ഉടൻ കൊളംബിയ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിക്ഷേപണ സമയത്ത് തന്നെ സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളായിരുന്നു ദുരന്തത്തിന് കാരണമായതെന്ന് പിന്നീട് കണ്ടെത്തി. കൊളംബിയ ദുരന്തം അമേരിക്കയുടെ 3ാമത്തെ ബഹിരാകാശ വാഹന അപകടമാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. അമേരിക്കയും ആകാശവും ഏതാ ദൂരം കൂടുതൽ? അമേരിക്കയിലേക്കാണോ ആകാശത്തിലേക്കാണോ ദൂരം കൂടുതൽ? ആകാശത്തിലേക്ക്. ആര് പറഞ്ഞു? ആകാശം നമുക്ക് കാണാൻ പറ്റും, അമേരിക്ക കാണാൻ പറ്റില്ലല്ലോ. അല്ല, ആകാശത്തിലേക്ക് തന്നെയാണ് ദൂരം കൂടുതൽ. അനീഷ പറഞ്ഞതാണ് ശരി, ആകാശത്തിലേക്കാണ് ദൂരം കൂടുതൽ. ആ ദൂരം അളക്കാനുള്ള ശ്രമത്തിനിടയിലാണ് കൽപ്പന ചൗള പൊലിഞ്ഞു പോയത്. അത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ മത്സരം ഇവിടെ അവസാനിക്കുന്നത്. ഇനി എനിക്ക് അടുത്ത മത്സരാർത്ഥിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഇതാ ഈ ചുവന്ന ലൈറ്റ് കെടുത്തിക്കളയുന്നു. ഇന്നത്തെ സമയം, അശ്വമേധത്തിൻ്റെ ഈ ദിവസത്തെ യാത്ര അനീഷയോടൊപ്പം ഇവിടെ അവസാനിക്കുകയാണ്. നിമ്മി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങളുടെ അശോപഹാരം മിർ റിയൽട്ടേഴ്സിന്റെ ക്യാഷ് അവാർഡ് ₹5,000. സാറിന്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു 2 വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചേനപ്പാടി LP സ്കൂളിലെ കുട്ടികളോട് 2 വാക്കല്ല 2 വരി പറയാം. ചരിത്രം നിങ്ങൾ വെറുതെ പഠിച്ചു കളയാനുള്ളതല്ല, ചരിത്രം നിങ്ങൾ സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ്. പോരെ? താങ്ക് യു സാർ. ഇനിയും പ്രേക്ഷകർ കാത്തിരിക്കുന്നു. അവരോടൊരു കാര്യം പറയാൻ ബാക്കി നിൽക്കുന്നു. കാരണം 2 സൂചനകളിൽ ഇതിനകം തന്നെ ചില ബുദ്ധിമാന്മാർ ഉത്തരങ്ങൾ അറിയിച്ചു കാണും ഞങ്ങളെ. 3ാമത്തെ സൂചന പറഞ്ഞേ പറ്റൂ. ആകാശത്തെക്കുറിച്ചും കൽപ്പന ചൗളയെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു നക്ഷത്രം കടന്നു വന്നു. ആ നക്ഷത്രം, ആ സ്റ്റാറാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം അലങ്കോലപ്പെടുത്തിയത്. ഇതാണ് 3ാമത്തെ സൂചന. ഇനിയും സൂചനകളും ഉത്തരങ്ങളുമായി വീണ്ടും വരും. കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ പാടാൻ കുറേ ഗാനങ്ങളുമായി, കാണാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഒരു പൂമരക്കാടുമായി, അറിയാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അറിവിൻ്റെ അജ്ഞാത സ്രോതസ്സുമായി. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ പ്രേക്ഷകരെ, നിങ്ങളുടെ സമയം അവസാനിക്കുന്നില്ല. 1 മണിക്കൂർ കൂടി ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങളുടെ മുന്നിൽ. ഒരിക്കൽ കൂടി 3 സൂചനകൾ അടുക്കടുക്കായി നിങ്ങളുടെ ഓർമ്മയ്ക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. 1. ഞാൻ ഒരു വനിതയാണ്. എവറസ്റ്റ് കീഴടക്കിയത് ഞാനല്ല. 2. എന്റെ മകളുടെ പേരിൽ ഞാനൊരു ഫുട്ബോൾ ക്ലബ്ബും തുടങ്ങിയിട്ടില്ല. 3. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ കടന്നുവന്ന നക്ഷത്രം അദ്ദേഹത്തിന്റെ ജീവിതം അലങ്കോലപ്പെടുത്തി. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കണ്ടുപിടിക്കൂ. കണ്ടുപിടുത്തങ്ങളുടെയും മനനങ്ങളുടെയും പഠനങ്ങളുടെയും മേഖലയുമായി അടുത്ത ദിവസം തിരികെ എത്തുന്നതുവരെ ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്. ഗുഡ് നൈറ്റ് ഫ്രം GS പ്രദീപ്.